ഷെൽബിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡാൻസിനൊക്കെ പിള്ളേരുടെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിഷു ആകുമ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ നല്ല അരങ്ങേറ്റമാണ്. പഠിച്ച പിള്ളേരുടെയൊക്കെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ ഒരുക്കാൻ നേരം നമ്മൾ പ്രത്യേകം ഡ്രസ്സ് ഇടിയിപ്പിക്കണം. അതായത് കഴുത്തിനൊക്കെ ഇച്ചിരി വലിപ്പമുള്ള ഡ്രസ്സാണ് ഇടിയിപ്പിക്കുന്നത്. കൈയൊക്കെ ലൂസായിട്ടിരിക്കണം. കാരണം അവരെ ഒരുക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രസ്സാണെങ്കിൽ അതെല്ലാം അഴുക്കാകത്തില്ല. അതിന് പ്രത്യേകം ഒരു തയ്ക്കുവാണ് ഡ്രസ്സുകൾ ഒരുക്കാൻ നേരം. അതാണ് ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. കഴുത്തൊക്കെ കണ്ടോ, ഇച്ചിരി വലുതായിട്ടാണ് തയ്ക്കുന്നത്. കഴുത്തും കൈയും എല്ലാം വലുതായിരിക്കണം. അപ്പം അതിനുള്ള ഡ്രസ്സാണ് ഇത്. ഇതിപ്പം നമ്മൾ ഒരു പാവാട തയ്ച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി അതിൻ്റെ ബ്ലൗസാണ് തയ്ക്കുന്നത്. പുറകുഭാഗം ഇറങ്ങിക്കിടക്കണം, മുൻഭാഗം ഇറങ്ങിക്കിടക്കണം. അതായത് ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ അവരെ ഒരുക്കുമ്പോൾ നല്ലപോലെ ഈ തുണിയെ തട്ടാതെ ഒരുക്കാൻ പറ്റണം അവർക്ക്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് വരും. അതായത് നമ്മൾ അവരെ ഒരുക്കിക്കൊണ്ട് അവരുടെ സ്റ്റേജിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക്, നേരത്തെയൊക്കെ എന്തെങ്കിലും ഷാളൊക്കെ പുതച്ചുകൊണ്ടായിരുന്നു വരുന്നത്. ഇപ്പോൾ അതല്ല, ഒരു കോട്ട് പോലെ ഒരെണ്ണം ഇടിയിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അതും തയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ്, ഇതാണ് പാവാട കൊച്ചു പിള്ളേർക്ക്. പിന്നെ ഈ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലൂസിലിട്ടിരിക്കുന്നത്, അത് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറേ നേരം നമ്മൾ ഇരുന്ന് കൊടുക്കണം കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് ചൂടെടുക്കാതിരിക്കാനും ഇറിയ ഡ്രസ്സ് വേണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലൂസ് ഞാൻ ഇട്ടിരിക്കുന്നത്. അരവണ്ണം കണ്ടോ, കൊച്ചു കുഞ്ഞാണ്, 10 വയസ്സുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ മുകളിലത്തെ ഡ്രസ്സ് ഇച്ചിരി ഏറെ ലൂസിലിട്ടിട്ടുണ്ട്. കൈയും അതുപോലെ തന്നെ, കൈ 8 ഇഞ്ച് വണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ വേണ്ടി ഇത് ഇത്രയും ഇട്ടിട്ടുണ്ട് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴുത്ത് ഇത്ര അകലം വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉടുപ്പിനൊന്നും കഴുത്തിനൊന്നും ഈ അകലമില്ല. അപ്പോൾ അത് ഇടിയിപ്പിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ അവർ പറയും അത് ഊരി കളയാൻ പറയും. അതിനാണ് നമ്മൾ പ്രത്യേകിച്ച് ഇത് തയ്ച്ചെടുത്തത്. ഇനി എന്തെടുക്കണമെന്നറിയാവോ, ഇതിന്റെ മുകളിൽ അവരെ മേക്കപ്പ്, ഇതിന്റെ മുകളിലല്ല, ഇതെല്ലാം മുഖത്ത് മേക്കപ്പ് ഇടുമ്പോഴുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ ഡ്രസ്സ് ഇടുമല്ലോ, ഇവരുടെ ഡാൻസിന്റെ ഡ്രസ്സ്, അത് ഇട്ട് കഴിഞ്ഞ് ഡാൻസ് സ്കൂളിൽ വെച്ചായിരിക്കുമല്ലോ ഈ പിള്ളേരെ ഒരുക്കുന്നത്. ഒരുക്കിയതിന് ശേഷം നമ്മൾ എവിടെ സ്റ്റേഡിയം ഉള്ളതെന്ന് വെച്ചാൽ ഡാൻസിന്റെ പ്രോഗ്രാം നടക്കുന്നത്, ഇതിപ്പോൾ ഹരിപ്പാട്ട് അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വരെ ഈ പിള്ളേരെ കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡ്രസ്സിന്റെ മുകളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓവർകോട്ട് പോലെ ഒരെണ്ണം തയ്ക്കും. അതിന് ഇതുപോലെ കൈയൊന്നും വേണ്ട. ഇത്രയും ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ലൂസ് വേണം, കാരണം ഈ ഡ്രസ്സിന്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പോൾ അതുപോലെ ഒരെണ്ണം തയ്ക്കണം. അതിനാണ് ഈ ഡ്രസ്സ്. ഇതും 2 കോട്ടനാണ്, ചൂടെടുക്കാതിരിക്കാനുള്ളതാണ്. ഞാൻ ഇത് തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ വേണ്ട, അത് മറ്റേതിനേക്കാളും ലൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്ക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടല്ലോ, ഇത് വെറുതെ നമ്മൾ ഈ ഷിമ്മിക്കൊക്കെ മടക്കി തയ്ക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കി അകത്തോട്ടിട്ട് തയ്ച്ചാൽ മതി, ഈ കഴുത്തുമെല്ലാം. അല്ലാതെ ഇതേ പ്രത്യേകിച്ച് പടിയൊന്നും പിടിപ്പിക്കേണ്ട. എങ്ങനെ ഷിമ്മി തയ്ക്കുന്നോ അതുപോലെ തന്നെ തയ്ച്ചാൽ മതി. ഓപ്പൺ ആകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേതിനേക്കാളും ലൂസും ഉണ്ട്, ഇറക്കവും ഉണ്ട്. കാരണം ഇങ്ങനെ പുതയ്ക്കുന്ന ആകൃതിയിലാണ് ഇത് വരേണ്ടത്. ഒരു ഷാളിട്ട് നമ്മൾ പുതച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിന് പകരമായിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതും തയ്ച്ചുകൊണ്ട് വരട്ടെ. അപ്പം ഈ കോട്ട് ഞാൻ തയ്ച്ചു കഴിഞ്ഞ്, ഇത് ഷാളിന് പകരം ഉപയോഗിക്കുന്ന കോട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനൊരു കണ്ടുപിടുത്തം നടത്തിയത് വളരെയധികം ഉപകാരം. കാരണം ഈ പിള്ളേരുടെ 2 കൈയും ഷാളാണെങ്കിൽ 2 കൈയും ഷാളെ പിടിക്കണം. ഇതാകുമ്പോൾ ഇങ്ങനൊരു കോട്ട് ഇടാമെങ്കിൽ അവരുടെ കൈ ഫ്രീ ആയിട്ടിരിക്കും. കാരണം സ്റ്റേജിൽ കയറുന്നിടം വരെ ഇവർ ഷാള് പുതച്ചോണ്ടാണ് നിൽക്കുന്നത്. സ്റ്റേജിൻ്റെ അതിനകത്ത് ചെന്ന് കഴിയുമ്പോഴേ ഷാള് മാറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ഇച്ചിരി നല്ല വലിപ്പത്തിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. കൊച്ചു കുഞ്ഞാ, 10 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇത് വലിപ്പം ഇത്ര വേണമെന്ന് അവർ പറഞ്ഞു. അഥവാ വേണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും ഒന്ന് ശകലം അടിച്ചു കൊടുത്താൽ മതി. ഏതായാലും വന്നിട്ട് നോക്കിയിട്ടല്ലേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ തയ്ച്ചു കൊടുത്തതിൽ ഇങ്ങനത്തെ ടോപ്പ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെന്താണെന്നറിയാവോ, ഇത്ര ഇറക്കം പോരാ, വേണ്ട, കുറച്ചുകൂടെ ഇറക്കം വേണം. ഇതൊരു ഷർട്ടിന്റെ അത്ര ഇറക്കമല്ലേ ആയുള്ളൂ, ഇച്ചിരി കൂടെ ഇറക്കം വേണം. അതായത് നമ്മുടെ അരക്കെട്ടും കഴിഞ്ഞ് താഴെ വരത്തക്ക വിധം വേണം ഇതിന് ഇറക്കം ഇടാനായിട്ട്. ഞാൻ എന്തെടുത്തെന്നറിയാം, അതിന്റെ ബാലൻസ് വന്ന തുണി എടുത്തു വെച്ചിട്ടുണ്ട്, ഈ അടിയിലെ ഞുറുവ് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് തയ്ച്ചുകൊണ്ട് വരാം. അപ്പം തന്നെ ഞാൻ ഇതിന് ഇറക്കം വെച്ചിരിക്കുന്ന കണ്ടോ, ശാല 100 വിട്ട്, ഒറ്റ 100 വിട്ട് ഇങ്ങനെ ചെറുതായിട്ട് 100 വിട്ട് ഇറക്കം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണേലും ഇത് നമുക്കൊരു നൈറ്റ് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം. ഒരു ചെറിയ കൈയൊക്കെ പിടിപ്പിച്ചാൽ മതി. കൈ പിടിപ്പിച്ചില്ലെങ്കിലും രാത്രിയിൽ ഇടുകയൊക്കെ ചെയ്യാം ഈ ചൂടുകാലത്ത്.
കണ്ടോ ഭംഗിയായിട്ടല്ലേ.